AK സ്റ്റെബിൻ ചേരുന്നുണ്ട്. സ്റ്റെബിൻ, ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സമവായ ചർച്ച, അതിന്റെ പ്രസക്തി, അതിന്റെ അനിവാര്യത, അതിന്റെ സാഹചര്യം. പ്രജീഷ്, ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മക്കൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അദ്ദേഹത്തെ സമാധി ഇരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ കല്ലറ പൊളിച്ചുള്ള ഒരു പരിശോധനയോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളോ ഒന്നും തന്നെ അവർ സ്വാഗതം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ യാതൊരു തരത്തിലും ഇതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ RDOയുടെയും DYSPയുടെയും നേതൃത്വത്തിൽ ഒരു ചർച്ച നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടക്കുന്നത്. ഇപ്പോൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഗോപൻ സ്വാമിയുടെ 2 മക്കളും ഒപ്പം തന്നെ അഭിഭാഷകനും അതോടൊപ്പം തന്നെ BSDPയുടെ ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകളുമൊക്കെയായി തന്നെ ഈ കാര്യങ്ങൾ പോലീസ് പറഞ്ഞ് ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ആളെ കാണാതായ ഒരു പരാതിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പോലീസിന് ഇടപെടേണ്ടതുണ്ട്, പോലീസിന് നടപടികൾ എടുക്കേണ്ടതുണ്ട്. അതിനനുകൂലമായി കളക്ടറും അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടവും ഒക്കെ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ കല്ലറ പൊളിച്ചുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഒരു പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ നീങ്ങേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതൊക്കെ തന്നെ കൃത്യമായി അവരെ ധരിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ സമവായ ചർച്ച ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. പക്ഷേ എത്രമാത്രം അത് ഫലപ്രദമാകും എന്നുള്ള കാര്യമാണ് ഏറെ സംശയകരമായ കാര്യം. കാരണം ഈ കാര്യങ്ങളെല്ലാം എല്ലാ നിയമവശവും പൂർത്തിയാക്കി ആ കല്ലറ പൊളിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ ഒരു തീരുമാനം ഉണ്ടാകുമ്പോഴും വീട്ടുകാർ അതോടൊപ്പം തന്നെ ബന്ധുക്കൾ, പ്രത്യേകിച്ചും ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഗോപൻ്റെ 2 മക്കളും വിശ്വാസത്തിലൂങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളും അവരുമായി ചേർന്നുകൊണ്ട് വിശ്വാസം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും ഇത് നീങ്ങുന്ന ഒരു കാഴ്ചകൾ നമ്മൾ ഇന്ന് കണ്ടതാണ്. പലതരത്തിൽ ചേരി തിരിഞ്ഞ് നിന്നുകൊണ്ടുള്ളൊരു പ്രതിഷേധങ്ങൾ കണ്ടതാണ്. ആ തരത്തിലേക്കൊക്കെ തന്നെ പോലീസിന് വലിയ ഒരു ബുദ്ധിമുട്ട്, പ്രതിസന്ധിയൊക്കെ തന്നെ ഇന്ന് ഉണ്ടായിരുന്നു. നിറം കൊടുക്കാതെ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ നിറം. പ്രത്യേകിച്ച് കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസവും അന്ധവിശ്വാസവും ഈ രണ്ട് കോണിലൂടെയാണ് ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. കാരണം അവിടെ ഇപ്പോൾ കുടുംബത്തെ സംബന്ധിച്ചുള്ളവർക്ക് ആരാധിക്കാനും ഒക്കെ തന്നെയുള്ള അവകാശമുണ്ട്. അത് വ്യക്തി കേന്ദ്രീകൃതമാണ്, അതിലേക്ക് കൈയെടുത്താൻ കഴിയില്ല. അതിന് മറുവശത്തേക്ക് ഒരു പരാതി സ്വാഭാവികമായും ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും മുൻപിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടോ, കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ദൂരീകരിക്കുക എന്നത് ഈ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഇലയ്ക്കും മുള്ളിനും ഒന്നും കേട് ഇല്ലാത്ത രീതിയിൽ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഉദ്യമത്തിന് കുടുംബം വഴങ്ങുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആത്മഹത്യ ഭീഷണി അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കുടുംബത്തിൽ ഉള്ള ആളുകൾ, ഈ മക്കളൊക്കെ തന്നെ ആ കല്ലറയ്ക്ക് മുൻപാകെ നിലയുറപ്പിച്ചത്. അപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായി നീങ്ങും, അതിന് ഉടനടി ഒരു പരിഹാരമുണ്ടാകും എന്ന രീതിയിലാണോ ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്? പ്രജീഷ്, ഏതായാലും അല്പസമയമായി ഈ ചർച്ചകൾ നടന്നു വരികയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് പോലീസിൻ്റെ മുന്നിലുള്ള നിയമവശങ്ങളെക്കുറിച്ച് ആ കുടുംബത്തെ ധരിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ഒരുപക്ഷെ ആ ചർച്ചയിലുടനീളം നടക്കാൻ സാധ്യത. പക്ഷേ ഏത് രീതിയിൽ കുടുംബം പോലീസിനോട് പ്രതികരിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ചും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകളൊക്കെ അവിടെ തന്നെ വന്ന് ആ സമാധി മണ്ഡപം എന്ന് അവർ വിളിക്കുന്ന സ്ഥലം പൊളിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടെടുക്കും. അതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ കല്ലറ പൊളിക്കുന്ന ഉദ്യമത്തെ പിന്നോട്ട് വലിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയൊരു ക്രമസമാധാന പ്രശ്നമായി ആ ഒരു സമീപനം, പോലീസിൻ്റെ സമീപനം മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറെ ശ്രദ്ധിച്ചു മാത്രമേ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പരമാവധി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ കൂടുതൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചർച്ചയിലേക്കായിരിക്കും ഒരു പക്ഷേ പോകാൻ സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ ഒരു പോലീസിൻ്റെയോ അല്ലെങ്കിൽ RDOയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഈ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നുള്ളതും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആളുകൾ അവർ നേരത്തെ ഞാൻ രാഹുലിനോട് ചോദിച്ച കാര്യമാണ്. കാരണം അവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുന്നവരാണോ, അതല്ല നേരത്തെ ഇവിടെ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു, കുറേ നാളുകളായി അവിടെ ആരാധനാമൂർത്തിയൊക്കെ വെച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ആ നിലയ്ക്ക് അവരുമായിട്ട് ആശയവിനിമയം ഈ ഗോപൻ സ്വാമിയെ അറിയാവുന്ന, വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകളൊക്കെയാണോ ഈ കുടുംബത്തെ പിന്തുണ അറിയിച്ചുകൊണ്ടെത്തുന്നത്?
പ്രജീഷ്, ഏതായാലും അത് സംബന്ധിച്ച് കൃത്യമായൊരു സ്ഥിരീകരണം, കൃത്യമായൊരു മറുപടി പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഇത് ഇത്രയധികം വിഷയമായതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു മത സാമുദായിക സംഘടനകളൊക്കെ ഏറ്റെടുക്കുന്നത്. കാരണം ഈ ഒരു വിഷയം കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ടൊക്കെ തന്നെ വലിയ തോതിൽ വാർത്തയിൽ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ഈ ഇതിനെക്കുറിച്ച് മക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും പല രീതിയിലുള്ള അവരുടെ ഇരുഭാഗത്തുമുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പ്രാഥമികമായി ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മാൻ മിസ്സിംഗ് എന്നൊരു പരാതി ആണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പോലീസിന് മുന്നിലിരിക്കുന്നത്. അപ്പോൾ ഈ നിയമവ്യവസ്ഥയ്ക്ക് ഒരു ബാധ്യതയുണ്ട് ഇത് തെളിയിക്കുന്നതിന് വേണ്ടി, ഈ ഗോപൻ എവിടെയാണ് എന്നത് തെളിയിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അനുസരിച്ച് ഇതൊരു മാൻ മിസ്സിംഗ് ആണ്, അദ്ദേഹത്തെ കാണാനില്ല, അദ്ദേഹത്തിന് ഗുരുതരമായി തന്നെ രോഗങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടുന്നത്ര ചികിത്സ കിട്ടിയില്ല എന്നുള്ള കാര്യമൊക്കെയാണ് നാട്ടുകാർ ഈ പരാതിക്കാരൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ അപ്പോഴും അവർ പറയുന്ന വീട്ടിൻ്റെ ബന്ധുക്കൾ പറയുന്ന അല്ലെങ്കിൽ മക്കൾ പറയുന്ന കാര്യം ഇപ്പോഴും ആ കല്ലറ പൊളിക്കുന്നതിന് വേണ്ടി കഴിയില്ല. കാരണം അതൊരു സമാധി സ്ഥലമാണ്, അവരുടെ വിശ്വാസങ്ങളെ അവർ അതിന് പിൻപറ്റുന്നു. അതിലേക്ക് ഈ മത സാമുദായിക സംഘടനകളൊക്കെ കടന്നു വരുന്നിടത്താണ് ഇതൊരു ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധിച്ചു മാത്രം ഇനി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു സമവായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. അവരെ വീട്ടിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം പോലീസിൻ്റെയും RDOയുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ കൊണ്ടുവന്ന്